സംസ്ഥാനത്തെ ഉത്തരവാദിത്ത ടൂറിസത്തിന് കീഴിൽ വരുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളുടെ കരാർ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തുവിടാതെ വിനോദസഞ്ചാര വകുപ്പ്. വർക്കലയിൽ നടന്ന ഫ്ലോട്ട് ബ്രിഡ്ജ് അപകടം ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വെച്ച് കൈയൊഴിയുകയാണ് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഉത്തരവാദിത്ത ടൂറിസത്തിന് കീഴിൽ സംസ്ഥാനത്തെ 9 തീരദേശ ജില്ലകളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാനായിരുന്നു 2023 ബജറ്റിൽ തുക വകയിരുത്തിയത്. ഇതിൽ ഭൂരിഭാഗം ജില്ലകളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചെങ്കിലും വിപരീത ഫലമാണ് കണ്ടത്. അവസാനമായി വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടെ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ഇതോടെ വകുപ്പ് സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിക്കുവാൻ ഉത്തരവിട്ടു. വകുപ്പ് ഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ റിപ്പോർട്ട് ടൂറിസം വകുപ്പിന്റെ പരിഗണനയിലാണെന്നാണ് മന്ത്രിയുടെ മറുപടി. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾക്ക് പരിക്ക് പറ്റിയത് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അപകടത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണ കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിലാണ് മന്ത്രി തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറിയത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണം ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പരിധിയിൽ വരുന്നതാണ്. സുരക്ഷാ മാനദണ്ഡ പ്രകാരമാണ് കമ്പനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുന്നില്ല. റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അന്വേഷണം നടത്തുമെന്നും മന്ത്രിയുടെ മറുപടി. കരാർ കമ്പനിയെ സംരക്ഷിച്ചുകൊണ്ട് പതിവ് പോലെ ഉദ്യോഗസ്ഥരെയും വകുപ്പിന് കീഴെ വരുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളെയും പഴിചാരി ഇത്തവണ മന്ത്രി മുഹമ്മദ് റിയാസ് കൈകഴുകി. ജനം, തിരുവനന്തപുരം.